ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൂജ അമൽ. അപ്പം ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. ലവ് സ്റ്റോറി ചോദിച്ചവർക്ക് വേണ്ടി ഞങ്ങളുടെ ലവ് സ്റ്റോറി. അപ്പം ഐശ്വര്യമായിട്ട് ചോട്ട് നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ നീ പറഞ്ഞോ. ഓക്കെ ഞാൻ പറയാം. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് 2022 സെപ്റ്റംബർ 22. എനിക്ക് ഓർമ്മയില്ല. 22 ഞാൻ വേറെ എന്തോ പരിപാടിയായിട്ട് നടക്കുന്നു. ഇവളുടേതായ പരിപാടി നടക്കുന്നു. അപ്പൊ ഞങ്ങളൊരു കല്യാണത്തിന് വെച്ച് കണ്ടുമുട്ടി. ഇവന്റെ കുഞ്ഞമ്മയുടെ മോളുടെ അല്ലേ? ഞങ്ങളുടെ ചേച്ചി മീൻസ് എൻ്റെ നാത്തും നീതി ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ കാണുന്നത്. സോ അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അന്ന് ഞാൻ ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. IT അല്ല. ഓക്കെ അന്ന് IT അല്ല എന്തോ പഠിച്ചോണ്ടിരിക്കുന്നു. അതെ. ചേച്ചിയുടെ കല്യാണമാണ്. കല്യാണത്തിന് ഞാൻ പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ചേച്ചി, ഞങ്ങൾ 3 പേരാണ് കല്യാണത്തിന് വന്നത്. പിന്നെ ഇവന് വേണ്ട വീട്ടിലും എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന്. സോ ഞാൻ കല്യാണത്തിന് അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ആ ഒരു സീൻ നീ തന്നെ പറഞ്ഞു. നീ കണ്ടതിന് എനിക്ക് എന്തൊക്കെ തോന്നി? അല്ല നീ പറ. തോന്നിന്ന് പറഞ്ഞാൽ ഇവള് കല്യാണത്തിന് ഞാനവിടെ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇവളവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ട് ഞാൻ കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ച് ഇവിടെ ഇത്ര വലുതായോ. അന്ന് ഞാൻ കൊച്ചായിട്ടാണ് കണ്ടത്. ഈ കാണുന്നൊന്നുമില്ല, ഹൈറ്റൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഇത്ര വലുതായി. അന്ന് ഒരു 4 വർഷം അല്ലെ ഒരു 3 വർഷം മുമ്പ് അങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി നിന്ന്. എന്നിട്ട് ഇവിടെ കഴിക്കാനൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ ഫുഡ് കൊണ്ടുവന്ന് എനിക്ക് ഫസ്റ്റ് തന്നില്ല. അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പാൻ നിർത്തും. ഇങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടൂല മറ്റേ ചിപ്സ്, ശർക്കര വരട്ടി, ആ സംഭവം. അപ്പോൾ എനിക്ക് തരാതെ ആള് തൊട്ടിപ്പുറത്തിപ്പുറത്ത് ഇലകളിൽ പാസ് ചെയ്ത് പോയി. അവസാനം കൊടുക്കാൻ വേണ്ടി ഒന്ന് നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് പോയി. പക്ഷെ ഞാൻ വിചാരിച്ചത് മറന്നു പോയെന്ന്. അപ്പം ഞാൻ വേറൊരു ചേട്ടനെ വിളിച്ചിട്ട് എനിക്കത് വേണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങി കഴിച്ചു. അങ്ങനെ ശർക്കര വരട്ടി കൊണ്ടുകൊടുത്ത്. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വേറെ ആരുടെയും മേടിച്ച് കഴിച്ചു. ഞാനപ്പം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇരുന്നില്ല. വേറെ ആരുടെയോ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി പായസം കൊടുക്കാമെന്ന്. അപ്പം പായസം കൊണ്ട് കൊടുത്തപ്പം അത് കഴിക്കാതെ എനിക്കങ്ങ് പോയി. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര റിജക്ഷൻ ആണല്ലോ ഇത്. എനിക്ക് മനസ്സിലായി ഇത് വളയുന്ന കേസല്ലെന്ന്. അതെ, ഞാൻ പായസം കഴിക്കാതെ എന്നിട്ട് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പായസം കൊണ്ടുവരാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ കൊണ്ടുവരുന്നപ്പോൾ ഇവൻ പെട്ടെന്ന് തട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ എടുത്തോണ്ട് വന്നു. പക്ഷെ അപ്പം ഇവൻ എന്തോ ഉള്ളതുപോലെ എനിക്കൊരു എന്തൊക്കെയോ തോന്നി. അപ്പം ഇവ ഇങ്ങനെ ഒന്ന് വിളമ്പിയപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഐ കോണ്ടാക്ട് ഒക്കെ കാണിച്ചു. എനിക്ക് ഇതൊക്കെയായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒരു ക്രഷൊക്കെ ആക്ക് തോന്നിയെന്നൊരു മൈൻഡ് എനിക്ക് തോന്നി. അത് ഞാൻ തോന്നാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ശർക്കര കൊടുക്കാതിരുന്നതും പായസത്തിന്റെ പരിപാടിയും എല്ലാം കൊടുത്ത് അങ്ങനെ പായസം കഴിക്കാതെ എണ്ണിച്ചു പോയി. അപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, നേരെ ചെന്നിട്ട് കൈ എഴുന്നെടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ റിജക്ഷനാ. അപ്പോൾ എനിക്ക് പിന്നെ വേറെ പരിപാടിയില്ല. അപ്പം ഞാൻ ആ ഫുഡ് വേസ്റ്റ് ആക്കിയപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു ഫുഡിൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ പോയി പറഞ്ഞു. അപ്പം ഇതുപോലും കിട്ടാതെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അങ്ങ് വല്ലാതായി. നമ്മളെൻ്റെ അടുത്ത് തന്നെ പൊടാന്നൊക്കെ പറഞ്ഞ് കലിപ്പാക്കി അങ്ങ് പോയി. പിന്നെ ഞാൻ ആ കാര്യം വിട്ട്. പിന്നെ റിജക്ഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകത്തില്ലല്ലോ, അതങ്ങ് വിട്ട്. എന്നിട്ട് പിന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് അടുത്ത് നിന്നിട്ട് എന്തോ ഒരു കോപ്രായം കാണിച്ചിട്ട് ഞാൻ പോയി. പിന്നെ റിജക്ട് ചെയ്തില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ
ഇവളെയൊക്കെ കിട്ടുന്നതിൻ്റെ ഭാഗ്യം എന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സീനൊക്കെ വിട്ടു. എന്നിട്ട് നമ്മൾ നമ്മുടേതായ പരിപാടി, ഇവളുടേതായ പരിപാടി, അങ്ങനെ പോയി. എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ കണ്ട ടൈമിൽ എനിക്ക് ഇവൻ ഏതാന്ന് അറിയത്തില്ല. അപ്പം എനിക്ക് എൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർ മാത്രമേ അറിയത്തുള്ളൂ. ഇവൻ എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കരുതിയത് എന്തോ ഇത് എവിടെയുള്ള ആളാണ്, എനിക്ക് അറിയാത്തൊരാളാണല്ലോ. അപ്പം ഞാൻ കൂടുതൽ വയലൻ്റായി ദേഷ്യപ്പെട്ടൊക്കെ ചെയ്ത ആളോട്. അപ്പം പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ആളാണ്. എൻ്റെ വീടെന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല, എൻ്റെ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരമുണ്ട് പോവാൻ. ഇവിടെ വീട്ടിലോട്ട് വരാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പം പിന്നെ അറിയുന്ന ആളാണ്, ഒരേ സ്ഥലക്കാരാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് ഇങ്ങനെ മാസങ്ങളോളം ഞങ്ങൾ കാണാതൊക്കെ ഇരുന്നു. അതിനുശേഷം എന്നിട്ട് ഒരു ദിവസം ബൈക്കിൽ കൂടെ ഞാനിങ്ങനെ പോകുമായിരുന്നു. അപ്പം ഇവള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബസ്സിൽ വന്ന് ഇറങ്ങി. അപ്പം ഞാനും അതേ ടൈമിൽ തന്നെ പോകുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവള് വന്ന് ഇറങ്ങി. ഇവളുടെ അനിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവളെ കണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് പോയി. അപ്പം ഇവളെന്തോ പോടാന്നൊക്കെ പറഞ്ഞ്, അവളുടെ അനിയനും പോടാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ മേളി വരെ പോയിട്ട് എന്തോ അതിൽ ഇത്ര ഒരു ഇത് കൂടി എന്തോ, അപ്പോൾ ദൈവത്തിൻ്റെ ഇത് വെച്ചാണെന്ന് തോന്നുന്നു, തിരിച്ചു വരാൻ തോന്നി. ഞാൻ അങ്ങനെ തിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നീ ഇവളുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഹായ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടങ്ങ് പോയി. അപ്പോഴേ ഇവള് പോടാന്നൊക്കെ പറഞ്ഞ് കല്ലൊക്കെ പറക്കി എറിഞ്ഞു. ഇവളും ഇവളുടെ അനിയനുണ്ട്, നമ്മുടെ കല്ലൊക്കെ പറക്കി എറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നാണ് അവിടാണ് ഞങ്ങളുടെ ടേണിങ് പോയിന്റ്. കല്ലൊക്കെ പറക്കി എറിഞ്ഞു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അന്ന്. എനിക്ക് അപ്പം എൻ്റെ അനിയൻ ഇവനെ അറിയാം, കണ്ടിട്ടുണ്ട്. അപ്പം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തനാണ് അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് മനസ്സിലായ ആള് എവിടെയുള്ളതാണെന്നൊക്കെ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല, അത് ഇന്ന സ്ഥലത്തുള്ളതാണെന്ന് ഇങ്ങനെ അറിയായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ എനിക്ക് ദേഷ്യം, എൻ്റെ മനസ്സിൽ ദേഷ്യം തന്നെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ പിന്നെ അന്നാ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഡിസംബർ 2022 ഡിസംബർ 10 അപ്പം അതൊരു കല്യാണം തന്നെ സീൻ. അത് എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു അത്. അപ്പോൾ ആ കല്യാണത്തിന് വന്നപ്പം റിസപ്ഷന് വന്നു ഞങ്ങൾ. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഇവർ കഴിക്കാൻ വന്നു. അപ്പം എൻ്റെ ഒരു അനിയനുണ്ട്, അനിയനല്ല, ഞാൻ എൻ്റെ ചിറ്റപ്പന അല്ല, എൻ്റെ ചിറ്റപ്പന സോറി ഞാൻ അവൻ്റെ ചിറ്റപ്പന. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അത് തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ആ ബെസ്റ്റ് ഫ്രണ്ട് അവനാണ്. പറയാൻ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ബാക്കി ഇപ്പം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു, ഇവിടെ വന്നിരുന്നപ്പം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവൻ എന്തോ മനസ്സിലായി, അവന് കത്തി. ഞാൻ കൊണ്ട് കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കും. ചുമ്മാ ഒരു ഇംപ്രസ് ചെയ്യാന്ന് വെച്ച് കൊടുത്തതാ. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ചുമ്മാ ഒന്ന് കൊടുത്തു, നമ്മളെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വേറെ എൻ്റെ പരിപാടിയായിട്ട് തന്നെ അവിടെ നിൽക്കുക. പിന്നെ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പം ഈ എൻ്റെ അനിയൻ ചക്കിനെ മനസ്സിലായി. അപ്പം അവൻ ചെന്ന് ഇവളോട് പറഞ്ഞു ഇങ്ങനെ. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എടി എൻ്റെ ചേട്ടന് നിന്നോട് ഒരു ക്രഷ് പോലെ ഉണ്ട്, ചേട്ടന് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏതാ ചേട്ടൻ, ആരാ, എന്തുവാ. അപ്പോൾ ഇവങ്ങനെ കാണിച്ച് ഇതുകൊണ്ട് ഇരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ഇവനായിട്ട് ഞാൻ അമ്പലത്തിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവനാണോ നിൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞു, ഇവനോ, എനിക്ക് ഇവനൊന്നും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഞാൻ അവനോട് സംസാരിച്ചു. അപ്പം അവൻ ഇങ്ങനെ പഴുത പറഞ്ഞു, അണ്ണം പൊളിയാണ്, മറിച്ചാണ്, മറ്റേതാണ്, ഇങ്ങനെ കുറെ ഇവനെ ഇവ അറിയുന്നില്ല, സംഭവം അറിയുന്നില്ല. അപ്പം അവനാണ് ഇതെല്ലാം വന്ന് പറയുന്നത് എന്നോട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ അവൻ എന്നോടൊന്ന് പറഞ്ഞു. അപ്പം അതിന് തൊട്ട് മുൻപ് ഒരു ഇൻസിഡൻറ്റ് നടന്നു. ഇവൻ്റെ അമ്മ, സുഹൃത്തിൻ്റെ അമ്മേനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അമ്മ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ അമ്മയുടെ തൊട്ടടുത്ത് നിന്ന് ഞാൻ ഇരുന്നു. എനിക്ക് അമ്മ അറിയത്തില്ല, തൊട്ടടുത്താണ്. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് അമ്മയെടുത്ത് തന്നെ ഞാൻ വന്നിരുന്ന്, അമ്മയ്ക്ക് എന്നെ അറിയാം. അപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ട് എന്നോട് ഇങ്ങനെ മിണ്ടി എടുക്കുക, മോളെ സുഖമാണോ, ഇത്രയും വലുതായോ, നീ കുഞ്ഞുനാളിൽ നിന്നെ കണ്ടതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ച്. അപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല ഇത് അവൻ്റെ അമ്മയാണ് എന്നോട് മിണ്ടുന്നതെന്ന്. അതൊക്കെ എന്തൊക്കെയോ ഭാഗ്യം.
അന്ന് കുറച്ച് ഇവന്റെ അമ്മ എടുത്തോണ്ട് ഞാൻ ചെന്നിരുന്നതും എന്നോട് ഇവന്റെ അമ്മ